Hello friends, welcome to the next class. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് തിയറി പാർട്സുകളായ തിയറി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് അക്കൗണ്ടിങ് എന്താണ്, അതേപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ, അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ്, പിന്നെ ഡിഫറെന്റ് ടെർമിനോളജീസ് യൂസ് ഇൻ അക്കൗണ്ടിങ്, അതായത് അപ്രോക്സിമേറ്റ് ഒരു 23 ടെർമിനോളജീസ്, അസറ്റ് എന്താണ്, ഫിക്സഡ് അസറ്റ് എന്താണ്, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്, ലോസ്, എക്സ്പെൻഡിച്ചർ, ഇങ്ങനെയുള്ള ടേംസുകളൊക്കെ എന്താണ്, അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ അക്കൗണ്ടിങ് യൂസേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ്, കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ അധികം ലെങ്ത് കൊടുക്കുന്നില്ല ഈ വീഡിയോയുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ മൈസെൽഫ് അരുൺ കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ആൻഡ് സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ മീനിങ്, അതിന്റെ ഫീച്ചേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ബേസിക് അക്കൗണ്ടിങ് അസംഷൻസുകൾ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മോഡേൺ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഗ്യാപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ. ഓക്കെ, സോ ഫസ്റ്റ് വൺ, മീനിങ്. എന്താണ് മീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ മീനിങ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന സമയത്ത്, നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് പല പാർട്ടീസിന്, പല ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് ആവശ്യമുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻഫോർമേഷൻസും കൃത്യമായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ യൂസേഴ്സിന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് പ്രോപ്പർ ആയിട്ട് ഉറപ്പുവരുത്തേണ്ട ഭാഗമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഓരോ ഇൻഫോർമേഷൻസ്, നമ്മൾ തയ്യാറാക്കുന്ന ഓരോ റിപ്പോർട്ടുകളും, ഇപ്പോൾ നമ്മളൊരു ബാലൻസ് ഷീറ്റ്, ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നുണ്ട്, നമ്മളുടെ ലാഭം നഷ്ടം ഇത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള റൂൾസുകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ്, അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കുന്നതാണ് ISI മാർക്ക് ഉണ്ടോ എന്ന്. അത് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് മേക്കിംഗ് ആണ്. ഗോൾഡ് വാങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കാറുണ്ട്, 916 ഗോൾഡ് ആണ് നമ്മൾ നോക്കാറുണ്ട്. അതും അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് മേക്കിംഗ് ആണ്. അപ്പം അതേപോലെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനും കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡിന് അല്ലെങ്കിൽ ആ റൂൾസ് നമ്മൾ പറയുന്നതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ therefore necessary that such statements should be prepared according to some standard language and set of rules, and these are generally known as generally accepted accounting principles. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഗാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതൊരു യൂണിഫോം സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇത് ഒരു പൊതുവെ ഒരു യൂണിഫോമിറ്റി ആണ്. കാരണം ഏത് സ്ഥാപനത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരേപോലെ തന്നെ ആയിരിക്കും ഈ റൂൾസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, യൂണിഫോം റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് ആണ് ഈസി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ഈസി മെത്തേഡ് അല്ലെങ്കിൽ യൂണിഫോം റൂൾസ് ആണ് നമ്മൾ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാൻമെയ്ഡ് ആണ്, മാൻമെയ്ഡ് റൂൾസ് ആണ്. കാരണം നമ്മൾ തന്നെ പല എക്സ്പീരിയൻസിലൂടെ നമ്മൾ പല തവണയായിട്ട് അക്കൗണ്ടിങ് പ്രൊസീജിയർ ചെയ്തുകൊണ്ട് നമുക്ക് പറ്റാവുന്ന തെറ്റുകളൊക്കെ സംഭവിച്ചിട്ട് ആ തെറ്റുകളിൽ നിന്ന് പാഠങ്ങളൊക്കെ പഠിച്ച് ആ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കിയിട്ടുള്ളത്, ഈ പറയുന്ന അക്കൗണ്ടിങ് റൂൾസുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. മാൻമെയ്ഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ മീൻസ് ഇത് റിജിഡ് അല്ല, വളരെയധികം റിജിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളുടെ ഈ റൂൾസ്. ഫ്ലെക്സിബിൾ ആണ്. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടർ. ഇന്ന് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് ഇതൊരു പാസേജ് ഓഫ് ടൈമിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ നിന്നിട്ടായിരുന്നു പഠനമെങ്കിൽ ഇന്ന് അത് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സുകളുടെ വളർച്ചയും. കഴിഞ്ഞ ഒരു 10 വർഷം മുന്നുള്ള ബിസിനസിന്റെ രീതികളല്ല ഇന്ന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സമയത്തിനനുസരിച്ചിട്ട് ഓരോ ബിസിനസിന്റെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഈ റൂൾസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൂൾസ് അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയാനുള്ള ഒരു റീസൺ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണ്?
ജനറലി അക്സെപ്റ്റഡ് ആണ്. ഇത് വേൾഡ് വൈഡ് ആയിട്ട് ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും, ലോകത്ത് എവിടെയും ആര് അക്കൗണ്ടിങ് പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾസ് എന്താണ് ജനറലി അക്സെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. റെലവൻസ്, ഒബ്ജക്ടിവിറ്റി ആൻഡ് ഫീസിബിലിറ്റി. റെലവൻസ്, ഒബ്ജക്ടിവിറ്റി ആൻഡ് ഫീസിബിലിറ്റി. എന്താണ് റെലവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ യൂസേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന ഇൻഫോർമേഷൻസ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. രണ്ടാമത്തത് ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം bias. It should be free from bias, or it should be free from fraud. It must be true and fair. Normally, it must be true and fair. Okay, കൃത്യമായിട്ട് യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ അതിൽ യാതൊരു രീതിയിലുള്ള ഫോൾസ് ഇൻഫോർമേഷൻസോ അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടായിരിക്കാൻ പാടില്ല നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്. ഫീസിബിലിറ്റി. എന്താണ് ഫീസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫീസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഇൻഫോർമേഷൻ, യൂസ് ചെയ്തിട്ട് ആ യൂസേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ എന്താണോ അത് അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ആപ്ലിക്കേഷന് അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ തരുന്നുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് എന്തുണ്ടാവാൻ പാടില്ല? അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ 3 കണ്ടീഷൻസ്, ഈ 3 ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രിൻസിപ്പിൾസും എന്താണ് ജനറലി അക്സെപ്റ്റഡ് ആണ്. അതായത് ഫീസിബിലിറ്റി മീൻസ് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്, ആ ഇൻഫോർമേഷൻ ആ പ്രോപ്പർ ആയിട്ടുള്ള യൂസേഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ടുള്ള അഡീഷണൽ കോസ്റ്റുകൾ അവിടെ ഇൻകർ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമുക്ക് നോക്കാം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് നോക്കാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 രീതിയിലാണ്. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ അസംപ്ഷൻസ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ അസംപ്ഷൻസ് എന്നാണ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ അസംപ്ഷൻസ്. രണ്ടാമത്തത് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അപ്പൊ ഈ കൺസെപ്റ്റ് ഓർ അസംപ്ഷൻ എന്ന് പറയുന്നത് ഈ ടേം നമ്മൾ നോക്കുക, നമ്മൾ അനുമാനിക്കുകയാണ് എല്ലാ ബിസിനസ്സുകളും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും ഈ പറയുന്ന പ്രിൻസിപ്പിൾസ്, അതായത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ അസംപ്ഷൻസ് പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു വരുന്നുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുന്നു. അതിനാണ് നമ്മൾ അക്കൗണ്ടിങ് അസംപ്ഷൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈച്ച് ബിസിനസ് വിൽ ഡു, എല്ലാ ബിസിനസ്സും എന്ത് ചെയ്യും, ഇത് ചെയ്യും. ഈച്ച് ബിസിനസ്, ഓക്കെ, ഈച്ച് business will do it. Okay. അതേസമയം അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ബിസിനസിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ബിസിനസിന്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് എന്തായിരിക്കും മാറുന്നതായിരിക്കും കൺവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കൺവെൻഷൻ എന്നത് ബേസ്ഡ് ഓൺ വാല്യൂസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാല്യൂസ്. അപ്പൊ ഓരോ ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ആ വാല്യൂസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കൺവെൻഷൻസ് അല്ലെങ്കിൽ ആ പറയുന്ന പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. ഡിഫറെന്റ് ബിസിനസ് വിൽ ഹാവ് ഡിഫറെന്റ് വാല്യൂസ്. സോ അതിനനുസരിച്ചിട്ട് ഇത് എന്ത് ചെയ്യും, മാറും. അതേസമയം അസംപ്ഷൻസ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സും ഈ പറയുന്ന അസംപ്ഷൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ അസംപ്ഷൻസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംപ്ഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ അസംപ്ഷൻസ്. സോ അക്കോർഡിംഗ് ടു ICAI, Institute of Chartered Accountants of India, 3 ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സുകളാണ് പറയുന്നത്. ഏതാണ് 3 ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്? ഏതൊക്കെ 3 ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, അക്രൂവൽ കൺസെപ്റ്റ്. ഏതൊക്കെയാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, അക്രൂവൽ കൺസെപ്റ്റ്. ടോട്ടൽ കൺസെപ്റ്റ്സുകൾ അല്ലെങ്കിൽ അസംപ്ഷൻസ് എന്ന് പറയുന്നത് 11 ആണ്. ഈ 11ല് 3 out of 11, 3 are fundamental or basic assumptions or basic concepts.
according to the ICAI. ഏത് റൂൾ പ്രകാരം? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 പ്രകാരം. ആസ് പെർ ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 issued by the ICAI, 3 fundamental accounting concepts are there, that are going concern, consistency and accrual concern. എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം ഇന്ന് തുടങ്ങി നാളെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗോയിങ് കൺസേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് എന്താണ്, ഇറ്റ് വിൽ ഗോ ഓൺ ഫോർ എ ലോങ്ങർ പീരിയഡ്. ആ ഒരു ബേസിസിലായിരിക്കണം നിങ്ങൾ എന്ത് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ടിങ് പ്രോസസ്സിംഗ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇന്ന് ബിസിനസ് തുടങ്ങി നാളെ ഞാൻ അടച്ചു കൂട്ടും എന്നുള്ള രീതിയിലല്ല ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് നമ്മൾ തുടങ്ങുന്നത്. ബിസിനസ് കാലാകാലത്തേക്ക് ഉണ്ടാകും, അപ്പം അതും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന രീതിയിലാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി വിച്ച് മീൻസ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ പഠനത്തോടാണെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്തിനാണെങ്കിലും നമ്മൾ എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആണെങ്കിൽ ബെറ്റർ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്തായാലും കൺസിസ്റ്റന്റ് ആയിരിക്കും. അക്കൗണ്ടിങ് കൺസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അക്കൗണ്ടിങ് തന്നെ പല മെത്തേഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓരോ സ്ഥാപനങ്ങളും ഓരോ മെത്തേഡ്സുകളാകാം യൂസ് ചെയ്യാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി കൺസെപ്റ്റിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ അസറ്റിന്റെ വാല്യൂ എന്താവുകയാണ്, കുറഞ്ഞു വരികയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്താവാൻ കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അസറ്റ് വാല്യൂ നമ്മൾ ഡിക്രീസ് ആവുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയും. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നതിന് തന്നെ ഡിഫറെന്റ് മെത്തേഡുകളുണ്ട്. അപ്രോക്സിമേറ്റ് 8 മെത്തേഡുകളോളം അവൈലബിൾ ആണ്. 8 മെത്തേഡ്സുകളോളം ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെത്തേഡുകളുണ്ട്. അപ്പൊ ഈ 8 മെത്തേഡിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇയറിൽ ഒരു മെത്തേഡ് എ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. സെക്കൻഡ് ഇയറിൽ ബി എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യും. തേർഡ് ഇയർ ആകുന്ന ബിസിനസ് മൂന്നാമത്തെ എത്തുന്ന സമയത്ത് വീണ്ടും സി യൂസ് ചെയ്യും. 4-ാം വർഷം എത്തുന്ന സമയത്ത് വീണ്ടും നമ്മൾ എ യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഓരോ മെത്തേഡ് വെച്ച് ചെയ്യുന്ന സമയത്തും അതിന്റെ കോസ്റ്റ് വേറെയാകും, അതിന്റെ എക്സ്പെൻസ് വേറെയാകും, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വേറെയാകും. ഇത് മാറിക്കൊണ്ടിരിക്കും. ഓരോ മെത്തേഡിനും ഓരോ കാൽക്കുലേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കമ്പാരിസൺ നമുക്ക് നടത്താൻ പറ്റില്ല. ഫസ്റ്റ് ഇയർ ടു സെക്കൻഡ് ഇയർ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഇയറിൽ യൂസ് ചെയ്ത മെത്തേഡ് അല്ല സെക്കൻഡ് ഇയറിൽ യൂസ് ചെയ്യും, സെക്കൻഡ് ഇയറിൽ യൂസ് ചെയ്ത മെത്തേഡ് അല്ല തേർഡ് ഇയറിൽ യൂസ് ചെയ്യും, തേർഡ് ഇയറിൽ യൂസ് ചെയ്ത മെത്തേഡ് അല്ല ഫോർത്ത് ഇയറിൽ യൂസ് ചെയ്യും. അപ്പം ഒരു മെത്തേഡ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് എന്തായിരിക്കും, കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്, കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ മെത്തേഡ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി മൂന്നാമത്തതാണ് അക്രൂവൽ കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മളുടെ ബിസിനസ്സിൽ 2 രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് നടക്കുക. ഒന്ന് ക്യാഷിന്റെ രൂപത്തിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസും അതേപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും നടക്കാറുണ്ട്. അതായത് കടത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻസ്, കടത്തിന് നമ്മൾ ബിസിനസ് ചെയ്യാറുണ്ട്, ക്യാഷിന് നമ്മൾ ബിസിനസ് ചെയ്യാറുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം. കടമായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്, ക്യാഷ് അത് പൈസ കിട്ടുന്ന രീതിയിൽ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ കടത്തിന് അതായത് നമ്മൾ ക്യാഷ് അല്ലാതെ കടത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാധനം വിറ്റു എന്ന് വിചാരിക്കാം. വി ഹാവ് സോൾഡ് എ പ്രോഡക്റ്റ് ഓൺ ക്രെഡിറ്റ്. അങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് ക്രെഡിറ്റിന് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ റവന്യൂ, അതിന്റെ വരുമാനം അത് നമുക്ക് കിട്ടുന്നത് ഫോർ നെക്സ്റ്റ് മന്ത് ആകാം. അതായത് ഇന്നിപ്പോ ഈ മാസം ഫെബ്രുവരി മാസമാണ്, നമ്മൾ ഇന്ന് ഈ ഡേറ്റിൽ ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാധനം നമ്മൾ വിൽക്കുന്നു. ഇന്ന് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുന്നത് എങ്ങനെയാണ്, കടത്തിനാണ് നമ്മൾ വിൽക്കുന്നത്. അതായത് ഫോർ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 7-ാം തീയതി അല്ലെ, 7/2 നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്രെഡിറ്റ് സെയിൽ നടത്തുന്നു. എന്നാൽ നമുക്ക് അതിന്റെ ക്യാഷ് റിസീവ് ചെയ്യുന്നത് ഫോർ നെക്സ്റ്റ് മന്ത് 7/3 നമ്മൾ അതിന്റെ ക്യാഷ് എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യണോ വേണ്ടോ? ഇതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അക്രൂവൽ കൺസെപ്റ്റ്. ഇത് റെക്കോർഡ് ചെയ്യണോ വേണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അതായത് നമുക്ക് ക്യാഷ് എന്ന് കിട്ടിയോ അല്ലെങ്കിൽ ക്യാഷ് എന്നാണ് നമ്മൾ കൊടുത്തത്, ഇതല്ല, നമ്മൾക്ക് അത് ഡ്യൂ ആയി, നമുക്ക് അത് എന്തായി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യണം. അതിനാണ് നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് എന്നത് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ എന്താ അക്രൂവൽ കൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഈ മാസത്തെ പേ ചെയ്യാം. പക്ഷേ ഈ മാസം നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ ഈ മാസം പേ ചെയ്യുന്നില്ല.
പകരം ആ ബില്ല് നമ്മൾ ഫെബ്രുവരി ബില്ല് പേ ചെയ്യുന്നത് നമ്മൾ ജൂണിലാണ് നമ്മൾ പേ ചെയ്യുന്നതെങ്കിലും അത് ഇന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇലക്ട്രിസിറ്റി ബില്ല് ജനറേറ്റ് ചെയ്ത കാര്യം ഇന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫെബ്രുവരി മാസം തന്നെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് അക്രൂവൽ കൺസെപ്റ്റ്. ഹോപ്പ് യു ആർ ക്ലിയർ ദാറ്റ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ അക്രൂവൽ കൺസെപ്റ്റ് എന്നുള്ള 3 കാര്യങ്ങൾ. ഓക്കെ, നോക്കാം. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ദാറ്റ് ബിസിനസ് ഷാൾ കണ്ടിന്യൂ ഫോർ എ ഫോർസിയബിൾ period and there is no intention to close the business or scale down its operations significantly. അപ്പൊ അത് പെട്ടെന്ന് തന്നെ അടച്ചു കൂട്ടാൻ വേണ്ടി തുടങ്ങുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബേസിസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ളതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇതൊക്കെ നമ്മൾ ഈ ടേംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കൺസിസ്റ്റൻസി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അക്കൗണ്ടിങ് പ്രാക്ടീസസ് വൺസ് സെലക്ടഡ്, ഒരു തവണ സെലക്ട് ചെയ്ത് അഡോപ്റ്റ് ചെയ്ത സാധനം തന്നെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും അപ്ലൈ കൺസിസ്റ്റന്റ് ആയിട്ട് ഇയർ ആഫ്റ്റർ ഇയർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ അതർ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, മറ്റ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സുകൾ ഏതൊക്കെയാണ്? അതായത് ഈ പറഞ്ഞിരിക്കുന്ന 3 അല്ലാതെ വരുന്ന മറ്റ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സുകൾ ഏതൊക്കെയാണ് എന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. business entity concept, money measurement concept, accounting period concept, cost concept, dual aspect concept, revenue recognition concept, matching concept and objectivity concept. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11 ഉള്ളത്. അതിൽ 3 ബേസിക് ആണെന്ന് പറഞ്ഞു. അതായത് ഗോയിങ് കൺസേൺ, പിന്നെ അക്രൂവൽ കൺസെപ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഏതായിരുന്നു? കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ, GAC, ഗോയിങ് കൺസേൺ, accrual and consistency. Then 9th one, 4th, 5th, 6th, 7th, 8th, 9th, 10th and 11th. ബാക്കി വരുന്ന 8 അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിലാണ്, അതർ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിലാണ്. ഓക്കെ, അപ്പൊ ഇതില് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത്, പല ഷോപ്പുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തും നമുക്കറിയാം അവിടുത്തെ ഓണറുടെ പേരൊന്നായിരിക്കും, ഷോപ്പിന്റെ പേരും ഒന്നായിരിക്കും. മിക്ക ഷോപ്പുകളുടെയും ഓണറുടെയും പേര് എന്തായിരിക്കും? വേറെ വേറെ തന്നെയായിരിക്കും. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓണറും ബിസിനസ്സും രണ്ടാണ്. ആരുടെ മുമ്പിൽ? അക്കൗണ്ടിങ് ആസ്പെക്ട്സിന്റെ മുമ്പിൽ ഓണർ ഒരു ഡിഫറെന്റ് പേഴ്സൺ ആണ്, ബിസിനസ് മറ്റൊരു ഡിഫറെന്റ് പേഴ്സൺ ആണ് എന്നുള്ള ആസ്പെക്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇറ്റ് ഹാസ് എ ഡിസ്റ്റിങ്ക്ട് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് owners. Is it clear? Now, second one is money measurement concept. Money measurement concept കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്തതൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മളൊരു മാനേജറെ നമ്മൾ എന്ത് ചെയ്തു? അപ്പോയിന്റഡ് എ മാനേജർ നമ്മൾ അപ്പോയിന്റ് ചെയ്താൽ ഇത് നമ്മളുടെ അക്കൗണ്ടിങ് ബുക്സിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. ഇത് നമ്മൾ HR ഡിപ്പാർട്ട്മെന്റിലോ മറ്റെവിടെയെങ്കിലൊക്കെ നമ്മൾ അതിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യും. പക്ഷെ അക്കൗണ്ടിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഒരിക്കലും ഒരു മാനേജർ അപ്പോയിന്റ് ചെയ്ത കാര്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. കാരണം എന്താ? അവിടെ അതിനൊരു മോണിറ്ററി വാല്യൂ ഇല്ല. എന്നാൽ ഈ മാനേജർക്ക്, ഈ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ പുതിയ മാനേജർക്ക് നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ സാലറി കൊടുത്തു. 50,000 50,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? സാലറി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് എവിടെ റെക്കോർഡ് ചെയ്യും? അക്കൗണ്ടിങ് ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പം ഇവിടെ കൺസെപ്റ്റ് ഓഫ് മണി മെഷർമെന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഹാപ്പനിങ്സ് ഇൻ ഓർഗനൈസേഷൻസ് which can be expressed in terms of money, such as sale of goods ആകാം, payment of expenses ആകാം, receipt of income ആകാം. ഇങ്ങനെയുള്ള, അതായത് ടേംസ് ഓഫ് മണി വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. ബിസിനസ്സിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. എന്താണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്? അക്കൗണ്ടിങ് പീരിയഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പാൻ ഓഫ് ടൈം ആണ്, ഒരു പീരിയഡ് ഓഫ് ടൈം ആണ്. അറ്റ് ദ എൻഡ് വിച്ച് വി വിൽ ഗെറ്റ് ദ റിസൾട്ട്സ്. നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, നമ്മളുടെ പ്രോഫിറ്റ് എത്രയാണ്, നമ്മളുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ഉണ്ട്, ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പീരീഡിന്റെ അവസാനം
നമ്മൾ എടുക്കുക, ഒരു പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ പീരീഡിന്റെ അവസാനമായിരിക്കും നമ്മൾ റിപ്പോർട്ട്സ് ഒക്കെ തന്നെ എടുക്കുന്നത്. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Which the financial statements of an enterprise are prepared to know whether it has earned the profits or incurred losses during that period. അപ്പൊ ഇത് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡിഫറെന്റ് 3 ഇയേഴ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കൊരു കലണ്ടർ ഇയർ ഉണ്ട് അല്ലെ, നമുക്കൊരു കലണ്ടർ ഇയർ അവൈലബിൾ ആണ്, നമുക്കൊരു ഫൈനാൻഷ്യൽ ഇയർ അവൈലബിൾ ആണ്, നമുക്ക് അതേപോലെ തന്നെ ഒരു അക്കാഡമിക് ഇയറും അവൈലബിൾ ആണ്. ഓരോന്നും ഡിഫറെന്റ് ആണ് അല്ലെ. കലണ്ടർ ഇയർ എന്ന് പറയുന്നത് എന്താണ്? ജാൻ ടു ഡിസംബർ ആണ്. നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്താണ്? ഏപ്രിൽ ടു മാർച്ച് 31 ആണ്. 1st ഏപ്രിൽ ടു മാർച്ച് 31 ആണ്. അത് നമ്മുടെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് മുതലാണ് ജൂൺ ടു മാർച്ച് ആണ്. ഇങ്ങനെയാണ്. കാരണം മാർച്ച് അവസാനമാണ് നമ്മൾ ആ വർഷം ജയിക്കുന്നു. 10ാം ക്ലാസ്സിൽ 10 A+ കൂടി ജയിക്കുന്നുണ്ടോ അതിനുള്ള പരീക്ഷ റിസൾട്ട് എന്നാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ അന്നാണ് അതിന്റെ പരീക്ഷ എന്ത് ചെയ്യുന്നത്, അപ്പിയർ ചെയ്യുന്നത്. ഒരു വർഷം നമ്മൾ പഠിച്ചതിന്റെ പരീക്ഷ അല്ലെ. അപ്പൊ അതേപോലെ 1st ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെ എന്ന് പറയുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമില് ബിസിനസ് നടത്തി കൊണ്ടുവന്നത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് പീരീഡ് ആണ് ഏത്? ഒരു അക്കൗണ്ടിങ് പീരീഡ് ആണ് എന്ത്? ഫൈനാൻഷ്യൽ ഇയർ. അപ്പൊ ഈ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ റിപ്പോർട്ട്സുകളൊക്കെ തന്നെ നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ മനസ്സിലാക്കുക, ഇന്ന് മുതൽ ഏപ്രിൽ 1-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, ഏപ്രിൽ ഫൂൾ അല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കൊമേഴ്സുകാരുടെ എന്താണ്, ന്യൂ ഇയർ ആണ്. കൊമേഴ്സുകാരുടെ ന്യൂ ഇയർ ആണ് ഇത് 1st ഏപ്രിൽ എന്നുകൊണ്ട്. കാരണം നമ്മൾ അന്ന് മുതൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ മാർച്ച് 31-ാം തീയതി വരെയുള്ള ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകൂട്ടലും നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. രണ്ടാമത് കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. അപ്പം ഈ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് നമ്മൾ വാങ്ങുന്ന അസറ്റ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ഏറ്റവും ആദ്യം അല്ലെങ്കിൽ വാങ്ങിയ വിലയ്ക്ക് തന്നെ ആയിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക, ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം, അതായത് വാങ്ങിയിട്ടുള്ള വില. വി ഷുഡ് റെക്കോർഡ് ദ കോസ്റ്റ്. രണ്ടാമത്തെ കണ്ടന്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഓക്കെ. മൂന്നാമത്, ഈ കോസ്റ്റിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇതിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് കോസ്റ്റ് ഷുഡ് ബി ഡിവൈഡഡ് among the life. Cost should be divided among the life. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി, ഈ കോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, കോസ്റ്റ് എന്ന സമയത്ത് അതിന്റെ പർച്ചേസ് പ്രൈസ്, അതിന്റെ അക്വിസിഷൻ കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ അത് മേക്ക് റെഡി ടു യൂസ്. അപ്പം ഒരു മെഷീനറി നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ മെഷീനറി നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന് അക്വയർ ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ്, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാനുള്ള കോസ്റ്റ്, അതോടൊപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റ്, പിന്നെ അതിനെ ഉപയോഗിക്കാൻ പാകമാക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഇതെല്ലാം കൂടി ടോട്ടൽ ആയിരിക്കും അതിന്റെ ചെലവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സേവർ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി, സേ ഫോർ ഒരു 1 lakh rupees ലാപ്ടോപ്പ് വാങ്ങി. അപ്പൊ ഇതാണ് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. 1 lakh rupees ആണ് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ യൂസ്ഫുൾ ലൈഫ് ഞാൻ പറയുകയാണ്, ഇതിന്റെ ഒരു 5 years ആണ് ഇതിന്റെ ലൈഫ്. 5 years ആണ് ഇതിന്റെ ലൈഫ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് ചെയ്യുന്നത്? ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏത് വാല്യൂ വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാം? 1 lakh rupees വെച്ചിട്ടാണ് ഇത് വാങ്ങുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ അസറ്റ്സിന്റെ വാല്യൂ എപ്പോഴും എന്താകും? കുറയാൻ വേണ്ടി തുടങ്ങും. ഇതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അസറ്റ്സിന്റെ വാല്യൂ കുറയാൻ വേണ്ടി തുടങ്ങും. ലാൻഡ് ഒഴികെ മറ്റുള്ള അസറ്റ്സുകളുണ്ട്. ലാൻഡ് ഒരിക്കലും നമ്മളുടെ ഒരു ഡിപ്രീഷിയബിൾ അസറ്റ് അല്ല. അതിന് വേറെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡിപ്രീസിയേഷൻ പറയാൻ പറ്റാവുന്ന അസറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുമോ? അതിനെ മാത്രം നമുക്ക് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു പ്രോഡക്റ്റിന്റെ
ലൈഫ് ടൈം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ ഉണ്ട്. എന്നാൽ ലാൻഡിന്റെ ലൈഫ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഡിപ്രീസിയേഷൻ ഇല്ല, ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് അപ്രീസിയേഷനേ ഉള്ളൂ, വാല്യൂ എപ്പോഴും കൂടെ ഉള്ളൂ. നിങ്ങൾ ഇന്നേ വരെ ഒരു സ്ഥലത്തിനും വില കുറഞ്ഞു എന്ന് നിങ്ങൾ കേൾക്കാറില്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ആ സ്ഥലത്തിന് വില കൂടിയിട്ടുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കേൾക്കാറുള്ളൂ. ഓക്കെ, ഇനി സോ 5 ഇയേഴ്സിലാണെങ്കിൽ ഫോർ ഈ വർഷം, അതായത് 2024 ഞാനിത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 5 വർഷമാണെങ്കിൽ 25, 26, 27, 28 അല്ലെ, 1, 2, 3, 4, ഓക്കെ 29. ഇപ്പൊ 2024 ഞാൻ എന്ത് ചെയ്യും, ഇതിന് 1 lakh rupees വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ റെക്കോർഡ് ചെയ്തു അല്ലെ. 2025 എത്തുന്ന സമയത്ത് എന്റെ അസറ്റിന്റെ വാല്യൂ കുറയും, അതായത് 1 lakh മൈനസ് എത്രയാകും, അതായത് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് അമംഗ് ദ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിവൈഡ് അമംഗ് ദ ലൈഫ് എന്ന് പറയുന്നത്, അതായത് 1 lakh ഡിവൈഡഡ് ബൈ എത്രയാണ് എസ്റ്റിമേറ്റഡ് ലൈഫ്, 5 ഇയേഴ്സ് ആണെങ്കിൽ എത്രയാണ് ഓരോ വർഷത്തേക്കും അലോക്കേറ്റ് വെച്ചിട്ടുള്ളത്, 20,000. അപ്പോൾ 1 lakh മൈനസ് എത്രയായി, 20,000. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 80,000. നെക്സ്റ്റ് ഇയറിലെ ഒരു സമയത്ത് അതിന്റെ വാല്യൂ എത്രയായിട്ട് മാറും, 80,000. വീണ്ടും ആ വർഷം 20,000 നമ്മൾ കുറച്ചു, 60,000. നെക്സ്റ്റ് ഇയറിൽ 60,000. വീണ്ടും 20,000 നമ്മൾ റെഡ്യൂസ് ചെയ്തു, 40,000. നെക്സ്റ്റ് ഇയറിൽ 40,000 ആണ് വാല്യൂ, വീണ്ടും 20,000 റെഡ്യൂസ് ചെയ്തു, ഇപ്പൊ എത്ര വാല്യൂ, 20,000. അങ്ങനെ പോയി 2029 എത്തുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രോസസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകുന്ന ഈ ഒരു പ്രോപ്പർ അലോക്കേഷനെയാണ് നമ്മൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് കൺസെപ്റ്റ് റിക്വയർസ് all assets are recorded in the books of accounts in their purchase price, that is in the cost which they have acquired. Is it clear? Okay, now the next one is dual aspect concept. Dual aspect concept എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഇതിന് മറ്റൊരു പേരാണ് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ദിസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് ഒരു ട്രാൻസാക്ഷന് എപ്പോഴും എത്ര എഫക്റ്റ് ഉണ്ടാവും, 2 ഇഫക്ട്സുകൾ ഉണ്ടായി. ഒരു ട്രാൻസാക്ഷൻ എപ്പോഴും എത്ര എഫക്ട് ഉണ്ടാവും, 2 ഇഫക്ട്സുകൾ ഉണ്ടായിരിക്കും എന്നതാണ്. അത് നോക്കുക, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ്. ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് every transaction has a dual or two-fold effect and there should be recorded at 2 places. 2 സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു. ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, അതായത് ഒരു ട്രാൻസാക്ഷൻ ആണ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ ഞാൻ പറയാണ്. സേ ഫോർ purchased car of rupees 5 lakh. 5 ലക്ഷത്തിന് ഒരു കാർ ഞാൻ പർച്ചേസ് ചെയ്തു പറഞ്ഞാൽ ഇതിന് 2 എഫക്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാ 2 എഫക്ട് എന്ന് പറയുന്നത്, ഒന്ന് എന്റെ ബിസിനസ്സിലേക്ക് എന്ത് വന്നിട്ടുണ്ട്, കാറ് വന്നു അല്ലെ. ഒന്ന് എന്റെ ബിസിനസ്സിലേക്ക് കാർ എന്ത് ചെയ്തു, വന്നു അല്ലെ. രണ്ടാമത്തേത് എന്റെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എന്തായി, ഔട്ടായി അല്ലെ. എന്റെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ്, ഞാൻ എന്റെ ബിസിനസിന്റെ ക്യാഷ് യൂസ് ചെയ്ത് ക്യാഷ് ഞാൻ കൊടുത്തിട്ടാണ് കാർ വാങ്ങുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെ 2 ഇമ്പാക്ട് വന്നു, 2 ഇഫക്ട് വന്നു. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ തന്നെ ഞാൻ 2 സ്ഥലങ്ങളിലായിട്ട് റെക്കോർഡ് ചെയ്യും. ഒന്ന് കാർ വന്നതായിട്ടും കാണിക്കണം, ഒന്ന് ക്യാഷ് പോയതായിട്ട് ഞാൻ എന്ത് ചെയ്യണം, കാണിക്കണം. അപ്പൊ ഒരു ട്രാൻസാക്ഷന് എത്ര എഫക്ട് ഉണ്ടാവും, 2 ഇഫക്റ്റുകൾ ഉണ്ടാവും. ആ 2 ഇഫക്ട് നമ്മൾ പറയുന്ന പേരാണ്, ഒന്ന് ഡെബിറ്റ് ഇഫക്റ്റും മറ്റൊന്ന് ഏതാണ്, ക്രെഡിറ്റ് ഇഫക്റ്റും. എന്നതാണ് ഡെബിറ്റ് ഇഫക്റ്റ്, മറ്റൊന്നെന്താണ്, ക്രെഡിറ്റ് ഇഫക്റ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ടേംഡ് ആസ് എ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്. അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റിംഗ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ റവന്യൂ മീൻസ് നമ്മളുടെ ഇൻകം ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യുക, എപ്പോഴാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുക, അതായത് വെൻ ദ റവന്യൂ ഷുഡ് ബി റെക്കോർഡഡ്. ഈ റവന്യൂസ് നമ്മൾ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഞാനൊരു സെല്ലറാണ്, നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത്, നമ്മൾ ഒരു സെല്ലർ. ഓക്കെ,
ഇയാൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഓർഡർ റിസീവ് ചെയ്യുന്നു. ഓക്കെ, ഇയാൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഓർഡർ റിസീവ് ചെയ്യുന്നു. ഓർഡർ റിസീവ്ഡ് ഓൺ 7th ഫെബ്രുവരി, അതായത് 2024, അതായത് ഇന്ന് ഈ ഒരു സെല്ലർ, അതായത് എനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഓർഡർ റിസീവ് ചെയ്യുന്നു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഓർഡർ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എന്താണോ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള ആ ഓർഡർ ഞാൻ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. അതായത് ഞാൻ എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. അതായത് ഞാൻ ഗുഡ്സ് എന്ത് ചെയ്തു, ഡിസ്പാച്ച് ചെയ്തു. സെയിൽ ചെയ്തു, ഗുഡ്സ് എന്ത് ചെയ്തു, ഡിസ്പാച്ച് ചെയ്തു എന്ന് ഫോർ ആ മാസം, അതായത് ഫെബ്രുവരി മാസം 30th, സോറി ഫെബ്രുവരി മാസം 30 ഇല്ലല്ലോ, 28ാം തീയതി 28th ഫെബ്രുവരിക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ ഓർഡർ എന്ത് ചെയ്തു, ഡിസ്പാച്ച് ചെയ്തു. 28th ഫെബ്രുവരിക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ ഓർഡർ ഡിസ്പാച്ച് ചെയ്തു. എന്നിട്ട് അതിനുശേഷം എനിക്ക് ഇതിന്റെ വരുമാനം കിട്ടുന്നത്, ഐ എം റിസീവിംഗ് ദ ക്യാഷ്, ഐ എം റിസീവിംഗ് ദ ക്യാഷ് ഓൺ 15th മാർച്ച്. അപ്പൊ എനിക്ക് ഓർഡർ കിട്ടിയത് ഈ മാസം 7ാം തീയതി, ഞാനത് ഡിസ്പാച്ച് ചെയ്ത് ഓർഡർ എക്സിക്യൂട്ട് ചെയ്തത് ഈ മാസം 28ാം തീയതി. എനിക്ക് അതിന്റെ ആ ഓർഡറുമായി ബന്ധപ്പെട്ടുള്ള പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് എന്നാണ്, മാർച്ച് 15ാം തീയതി. അപ്പൊ ഞാൻ ഇന്ന് ഈ കിട്ടിയിരിക്കുന്ന മാർച്ച് 15ാം തീയതി കിട്ടിയിട്ടുള്ള ഈ ഒരു വരുമാനം ഞാൻ എന്ന് റെക്കോർഡ് ചെയ്യണം. ഈ മാർച്ച് 15ാം തീയതി കിട്ടിയിട്ടുള്ള ഈ വരുമാനം എന്ന് റെക്കോർഡ് ചെയ്യണം. മാർച്ച് 15നാണോ റെക്കോർഡ് ചെയ്യേണ്ടത്, ഫെബ്രുവരി 28 ഡിസ്പാച്ച് ചെയ്തെന്ന് റെക്കോർഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഓർഡർ റിസീവ് ചെയ്തെന്ന് തന്നെ റെക്കോർഡ് ചെയ്യണോ? ഇതാണ് നമ്മളുടെ റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് പറയുന്നത്. ഇപ്പൊ റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് എന്നാണോ നിങ്ങളുടെ ഇൻകം ഡ്യൂ ആയിട്ടുള്ളത്, എന്നാണോ നിങ്ങളുടെ ഇൻകം ഡ്യൂ ആയിട്ടുള്ളത്, ആ ഇൻകം ഡ്യൂ ആയിട്ടുള്ള ആ ഡേറ്റിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇത് റെക്കോർഡ് ചെയ്യാൻ. ഇൻകം ഡ്യൂ ആയിട്ടുള്ള ഡേറ്റിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇത് റെക്കോർഡ് ചെയ്യാൻ. അതായത് നിങ്ങൾക്ക് ഓർഡർ റിസീവ് ചെയ്തു, നിങ്ങൾ ഇത് എന്ന് പ്രോസസ് ചെയ്ത് കഴിഞ്ഞു, ഇതിന്റെ പ്രോസസ് നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഫെബ്രുവരി 28 ചെയ്ത് കഴിഞ്ഞു. അതായത് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്ത് ചെയ്തു, ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾക്ക് ഈ ക്യാഷ് എന്ത് ചെയ്യാനാണ്, കിട്ടാനാണ്. അപ്പം 28 ഫെബ്രുവരിക്ക് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. അപ്പൊ റവന്യൂ എന്നാ റെക്കോർഡ് ചെയ്യേണ്ടത്, എന്നാണോ റവന്യൂ, അതായത് നിങ്ങളുടെ ഇൻകം ഡ്യൂ ആയിട്ടുള്ളത്, ആ ഇൻകം ഡ്യൂ ആയ ഡേറ്റിന്റെ അന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത് റെക്കോർഡ് ചെയ്യണം. ദിസ് ഈസ് കോൾഡ് revenue recognition principle. The concept of revenue requires that revenues for a business transaction should be included in the accounting records only when it is realized. എന്നാണോ റിയലൈസ് ചെയ്തിട്ടുള്ളത്, എന്നാണോ ഡ്യൂ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്യാം. Then next one is matching concept. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ, പക്ഷെ വളരെ ചുരുക്കി തന്നെ ഞാൻ പറയാം എന്താണ് മാച്ചിങ് കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മാച്ചിങ് കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു എടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഞാനൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന പേഴ്സൺ ആണ്, ഞാനൊരു മൊബൈൽ ഷോപ്പാണ് നടത്തുന്നത്, എനിക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. അപ്പൊ ഈ മൊബൈൽ ഷോപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് മൊബൈൽ ഫോൺസ് പർച്ചേസ് ചെയ്തു. ഓക്കെ, പർച്ചേസ്ഡ് 10 മൊബൈൽ ഫോൺസ്. ഒന്നിന്റെ റേറ്റ് എന്ന് പറയുന്നത്, ഞാൻ വാങ്ങുന്ന റേറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അതായത് മൊത്തം 1 lakh rupees എനിക്ക് എന്തായിട്ട് മാറി, എക്സ്പെൻസ് ആയിട്ട് മാറി. 1 lakh rupees എനിക്ക് എന്തായിട്ട് മാറി, എക്സ്പെൻസ് ആയിട്ട് മാറി. ഈ 10 മൊബൈൽ ഞാൻ വാങ്ങിയതിൽ, ഈ 10 മൊബൈൽ ഞാൻ വാങ്ങിയതിൽ നിന്ന് 4 മൊബൈൽ ഫോൺസ്, 4 മൊബൈൽ ഫോൺസ് സോൾഡ്. 4 എണ്ണം ഞാൻ വിറ്റു. ഒന്നിന്റെ റേറ്റ് 20,000. ഒന്നിന്റെ റേറ്റ് എത്രയാണ്, 20,000. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയായിരുന്നു, 80,000 എനിക്ക് എന്താണ് എന്റെ റവന്യൂ ജനറേറ്റ്, അല്ലെ? 10 മൊബൈൽ ഫോൺ ഞാൻ വാങ്ങി, 10,000 രൂപ, 1 ലക്ഷം രൂപ എന്റെ എക്സ്പെൻസ് ആയിട്ട് വന്നു. അതിൽ നിന്ന് 4 മൊബൈൽ ഫോൺസ് എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. 20,000 രൂപ വെച്ചിട്ട് എനിക്ക് വരുമാനം എത്ര വന്നു, 80,000 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ 20,000 എന്ന് പറയുന്നത് എന്റെ ലോസ്, അല്ലെ? ഈ 20,000 എന്താണ്, എനിക്ക് നഷ്ടമാണ്. എന്നാൽ ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. ഈ 20,000 എനിക്ക് എന്തല്ല, ലോസ് അല്ല. ഈ 20,000 ലോസ് എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. ഈ 20,000 ലോസ് എന്ന് പറയുന്നതാണ്
തെറ്റാണ്. കാരണം ഈ മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം പറഞ്ഞത് നിങ്ങൾ ഈ 4 മൊബൈൽ ഫോണിന്റെ റവന്യൂ എത്രയാ? 4 മൊബൈൽ ഫോണ് നിങ്ങൾ സെയിൽ ചെയ്തതിന്റെ റവന്യൂ 80,000 ആണ്. ഈ 80,000 നിങ്ങൾ എന്തുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? ആ 4 മൊബൈൽ ഫോണിന്റെ തന്നെ എക്സ്പെൻസുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മാച്ച് ചെയ്യേണ്ടത്. 4 മൊബൈൽ ഫോണിന്റെ എക്സ്പെൻസ് എത്രയാണ്? ഒന്നിന്റെ റേറ്റ് എത്രയാണ്? 40,000 ആയിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. അതായത് ഈ 80,000 നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത് ഏതുമായിട്ടാണ്? ഈ 4 മൊബൈൽ ഫോൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മാച്ച് ചെയ്യേണ്ടത്. അത് അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണ്? 40,000 നിങ്ങൾക്ക് എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, അതായത് ഒരു പർട്ടിക്കുലർ ഐറ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന റവന്യൂ ഉണ്ടെങ്കിൽ അത് അതാത് പർട്ടിക്കുലർ ഐറ്റവുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആയിട്ടാണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഇയറിൽ, അതായത് ഇപ്പം 2023-24 വർഷത്തെ ഇൻകംസ് നിങ്ങൾ ഏത് വർഷത്തെ എക്സ്പെൻസുമായിട്ടാണ് മീറ്റ് ചെയ്യേണ്ടത്? 2023-24 എക്സ്പെൻസുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മാച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കിട്ടുള്ളൂ? 23-24 പ്രോഫിറ്റ് എത്ര നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ഒരു കാരണവശാലും നമ്മൾ ഈ അക്കൗണ്ടിങ് പീരീഡിലെ ഇൻകംസും എക്സ്പെൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അതിൽ ഏത് വരാൻ പാടില്ല? കഴിഞ്ഞ വർഷത്തെ പേയ്മെന്റ് എന്തെങ്കിലും ഈ വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരാൻ പാടില്ല. അടുത്ത വർഷത്തേക്കുള്ള പേയ്മെന്റ് നമ്മൾ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ വരാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതൊക്കെ എങ്ങനെ ഒഴിവാക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് ഈ വർഷത്തെ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ വർഷത്തെ ഇൻകം ഈ വർഷത്തെ എക്സ്പെൻസുമായിട്ട് എന്ത് ചെയ്യണം? മാച്ച്ഡ് ആകണം. ഈ മൊബൈൽ ഫോണിന്റെ എക്സാമ്പിൾ വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാച്ചിങ് കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ആൻ അക്കൗണ്ടിംഗ് പീരിയഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ റവന്യൂസ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. ആ ഒരു അക്കൗണ്ടിംഗ് പീരീഡിലെ എക്സ്പെൻസ് ഏതുമായിട്ട് മാച്ച് ചെയ്യണം? ആ ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ തന്നെ ഇൻകവുമായിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, നൗ ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ്. ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു. ഒബ്ജക്റ്റീവ് ആണ്. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്, അക്കൗണ്ടൻസ് ആൻഡ് അതേഴ്സ്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിരിക്കണം, ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കണം. ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണമെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ജെനുവിൻ ആണ് എന്ന് തോന്നണമെങ്കിൽ അതിന് വേണം ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നിർബന്ധമായിട്ട് നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കും. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. വെരിഫയബിൾ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഏത് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ അക്കൗണ്ടിങ് അസംഷൻസ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ടിങ് കൺവെൻഷനെ കുറിച്ച്. മെയിൻ ആയിട്ട് 3 അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണുള്ളത്. ഫുൾ ഡിസ്ക്ലോഷർ കൺവെൻഷൻ, മെറ്റീരിയാലിറ്റി കൺവെൻഷൻ ആൻഡ് കൺസർവേറ്റിസം കൺവെൻഷൻ. ഫുൾ ഡിസ്ക്ലോഷർ, മെറ്റീരിയാലിറ്റി ആൻഡ് കൺസർവേറ്റിസം കൺവെൻഷൻസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. ഓൾ സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ എക്കണോമിക് അഫയേഴ്സ് എന്റിറ്റി. ഓക്കെ, അതേസമയം മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഏതിന് ബദലാണ്, അല്ലെങ്കിൽ സോറി ഏതിന് എക്സെപ്ഷൻ ആണ്? ദിസ് ഈസ് എക്സെപ്ഷൻ ടു ഫുൾ ഡിസ്ക്ലോഷർ കൺവെൻഷൻ. കാരണം കൺവെൻഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇത് വാല്യൂ ബേസ്ഡ് ആണ് അല്ലെ? ഇതിനെ ബേസ്ഡ് ആണ്, വാല്യൂ ബേസ്ഡ് ആണ്. അതായത് ഓരോ സ്ഥാപനത്തിനും ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും. അത് അവർക്ക് അനുസരിച്ച് ആ സ്ഥാപനത്തിന്റെ വാല്യൂ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇതിൽ മാറ്റം വരുമെന്നാണ്. അപ്പൊ ചില സ്ഥാപനങ്ങൾ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാണ്, അവരൊക്കെ ഡിസ്ക്ലോസ് ചെയ്യും. എന്നാൽ
ചില സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടാവില്ല. പകരം വളരെയധികം മെറ്റീരിയൽ ആയിട്ടുള്ള, വളരെയധികം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രം അവർ എന്ത് ചെയ്യുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ. അതായത് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് an item, ഏറ്റവും ഇമ്പോർട്ടന്റ് ഐറ്റംസ്. According to American Accounting Association (AAA), an item should be regarded as material if there is a reason to believe that that knowledge of it would influence the decision of an informed investor. ഒരു ഇൻവെസ്റ്റർക്ക് ഈ ഒരു ഇൻഫോർമേഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഒരു ഡിസിഷൻ മേക്കിംഗ് ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്ന സമയത്താണ് അതിനൊരു മെറ്റീരിയൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ മാത്രമായിരിക്കും അവരെന്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതാണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. അത് നിർബന്ധമായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കൺസർവേറ്റിസം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? നാളെ നമുക്ക് പെട്ടെന്നൊരു അസുഖമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൈവശമുള്ള സേവിങ്സ് ഒക്കെ തന്നെ നഷ്ടപ്പെടുത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് മറ്റുള്ള ചെലവുകളൊക്കെ തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത് കൺസർവേറ്റിസം. അപ്പൊ ബിസിനസ്സിന് പല പ്രശ്നങ്ങൾ അറൈസ് ചെയ്യുന്നുണ്ട്. ബിസിനസ്സിന് ചിലപ്പം കിട്ടാക്കടങ്ങൾ കുറെ വരാൻ ചാൻസ് ഉണ്ട്. ബിസിനസ്സിന് ചിലപ്പം കുറെ കടബാധ്യതകൾ അറൈസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന ലോസുകൾ, ഈ നഷ്ടങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആന്റിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും നഷ്ടങ്ങളെ പ്രതീക്ഷിക്കണം. അപ്പൊ ഈ ഒരു പ്രതീക്ഷ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. അതിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക ഫോർ ബാഡ് ഡെറ്റ്സ്. അതായത് കിട്ടാക്കണം, നമ്മൾ വിറ്റിട്ടുള്ള സാധനങ്ങളുടെ മുകളിൽ പൈസ തരാതെ ഉണ്ണി അടക്കം പറഞ്ഞാൽ ബിസിനസ്സുകാരുണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എപ്പോഴും. നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം. എന്നാൽ ഭാവിയിൽ ഇത്ര രൂപയുടെ ലാഭം എനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ പാടില്ല. ദാറ്റ് ഈസ്, we should not anticipate profits, but we should provide all possible losses. നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യരുത്, പക്ഷെ നമ്മൾ വരാനുള്ള നഷ്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി കണ്ടിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയുമാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലെ ഉള്ള ടോപ്പിക്കും. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മെയിനായിട്ട് രണ്ടെണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് അസംപ്ഷൻസ്. അതിൽ നമ്മൾ 11 കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. അതിനോടൊപ്പം തന്നെ അക്കൗണ്ടിങ് കൺവെൻഷൻസിൽ 3 കൺവെൻഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്ലോസ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇൻ കേസ് ഇനി ഡൗട്ട്സോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്, ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡെപ്തിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന ടോപ്പിക്സിൽ സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇന്ന ഏത് ടോപ്പിക്കാണോ വേണ്ടത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, സ്പെസിഫിക്കലി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. Okay, so thanks for watching. Once again, myself Arun Kumar.